എന്നാലും എന്റെ മക്കൾക്ക് എങ്ങനെയാ ഇതൊക്കെ പഠിക്കണം എന്ന് ഇത്ര പെട്ടെന്നൊരു തോന്നൽ വന്നേ? നല്ലതല്ലേ, അമ്മേനെ സഹായിക്കാലോ. എന്നാലും എന്റെ മക്കൾ ഇത്ര പെട്ടെന്ന് നന്നായാ? അത് പിന്നെ അമ്മയുടെ സ്നേഹ തെറാപ്പി കാരണം നന്നാവാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. സ്നേഹ തെറാപ്പി കൊള്ളാല്ലേടി അല്ലേ? ആ, എന്തൊക്കെ തെറാപ്പി കൊടുത്താലും നന്നാവാത്ത രണ്ടുപേര് വന്നല്ലോ. എടി പുഷ്പേ, ഈ പോത്തിനെ അഴിച്ചിട്ടുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ് കേട്ടോ. അത് അമ്മയ്ക്ക് അതിന്റെ കാര്യമൊന്നും മനസ്സിലായിട്ടൊന്നുമില്ല. നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ കൊള്ളാം. എന്ത് പ്രശ്നം? വല്ലവന്റെയും പറമ്പിൽ കൊണ്ടുവന്ന് കെട്ടുമ്പോ അനുവാദം മേടിക്കണം. അതിന് പുള്ളി പ്രകാശോട് ചോദിച്ചിട്ടല്ലേ പോത്തിനെ പറമ്പിൽ കെട്ടിയത്? നിന്റെ പ്രകാശ് ജി അല്ല പറമ്പിന്റെ ഉടമ, പിന്നെ എന്റെ അമ്മയാന്നു. എന്റെ അമ്മയോട് ചോദിക്കണം, അതാണ് മര്യാദ. മര്യാദയും പറഞ്ഞോണ്ട് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാണ്ടല്ലോ പ്രകാശിനെ നാട്ടുകാർ എടുത്തിട്ട് ചാർത്തും. അയ്യോ അച്ഛന് പുറത്തൊന്നും ഇറങ്ങണ്ടാട്ടോ. അച്ഛൻ മാത്രല്ല, ഈ വീട്ടിൽ നിന്ന് ആരും പുറത്തേക്ക് ഇറങ്ങണ്ട. അത് ഞങ്ങൾ എന്ത് ചെയ്തിട്ടാ? എന്ത് ചെയ്തിട്ടാന്നോ? ഇത്രയും ചെയ്ത് വെച്ചൊന്നും പോരാ. ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് ഇവിടെ നിന്നാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് മാത്രമല്ല, നിങ്ങൾ ആര് പുറത്തിറങ്ങിയാലും നിങ്ങളെ ആൾക്കാർ പഞ്ഞിക്കിടും. എനിക്കതൊന്നും ബാധകയല്ല. അതിന് നിങ്ങൾ ഈ കുടുംബത്തിലല്ലേ? നിന്റെ കുടുംബസ്ത്രീയുടെ ആളല്ലേ? കുടുംബശ്രീയിലേക്കൊന്ന് വിളിച്ച് ചോദിക്കട്ടോ, ഫോൺ വിളിച്ച് ചോദിക്കും. അപ്പൊ കേൾക്കാം അവരെ വായിരിക്കണത്. ചിലപ്പോ ആ പെണ്ണുങ്ങൾ പറയും നീയാണ് ഈ പോത്തിനെ അഴിച്ചു വിട്ടതെന്ന്. അത് പറയും. അയ്യോ, അവരങ്ങനെയൊന്നും പറയത്തേ ഇല്ല. ആ, അമ്മ അങ്ങനെയൊന്നും പറയണ്ട. അമ്മയുടെ കുടുംബശ്രീ ആയതുകൊണ്ട് പറയാൻ പറ്റത്തില്ല. ഇതൊന്നുമില്ല, ഒരു അപ്പന്റെ അപ്പുറം പറയും. പ്രത്യേകിച്ച് ആ മോഹിനിയാന്റിക്ക് ഉണ്ടല്ലോ, ഭയങ്കര സീനാ. എടി, നിന്റെ ഈ ചിട്ടിയിൽ ഇത്രയും പെണ്ണുങ്ങൾ ചേർന്നിരിക്കുന്നത് എന്താണെന്നറിയാവോ? നീ ഈ വീട്ടിലെ മരുമോളാണെന്ന് അറിയാവുന്നതുകൊണ്ടാ. ആ, എല്ലാരും കൂടെ ചിട്ടിയും പൂട്ടി പോവും അവരുടെ വഴിക്ക്. അമ്മ, അച്ഛൻ പറഞ്ഞ ശരിയാട്ടോ. ചിട്ടി പൂട്ടി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പട്ടിണിയാവും. അപ്പൊ എന്താ ചെയ്യുന്നേ? ചെയ്യണ്ടെന്ന് വെച്ചാൽ ആ പോത്ത് വരത്തി വെച്ച ആ പ്രശ്നത്തിന് നിങ്ങൾ നഷ്ടപരിഹാരം കൊടുക്കണം. നഷ്ടപരിഹാരം കൊടുക്കാം. എന്നാ നിങ്ങൾ പോയിട്ട് അമ്മയോടൊന്ന് ചോദിക്കുക. അയ്യടാ, എനിക്ക് ഈ വീട്ടിലും നാട്ടിലൊന്നും ഒരു വിലയില്ലാത്ത ആളല്ലേ, അതുകൊണ്ട് എനിക്കൊന്നും നഷ്ടപ്പെടാനൊന്നും ഇല്ല. നീ തന്നെ ചോദിക്കും. പിന്നെ തന്നെയല്ല, എനിക്കും പ്രകാശ് ഈ നാട്ടുകാരുടെ തല്ലും കൊണ്ട് ചീത്തയും കേട്ട് ശീലമാണ്. എന്നാ ഞങ്ങൾക്ക് അത്രയ്ക്ക് ശീലമല്ല. അമ്മ പോയി ചോദിക്കമ്മ. ചോദിക്കും, മോഹിനിയാന്റിക്ക് എന്തെങ്കിലുമൊക്കെ പറയൂട്ടോ, ചോദിക്കും. എന്നാ പിന്നെ ഞാൻ എന്തായാലും ചോദിക്കാം അല്ലേ? പിന്നല്ലാതെ. അച്ഛൻ്റെ ഒരു കാശും ഇല്ല ഈ നഷ്ടപരിഹാരം കൊടുക്കാനുള്ള. നാണുണ്ട് ഇല്ല. പൊളിക്കും. പ്രകാശ്, നമുക്കേ ഈ നഷ്ടപരിഹാരം കൊടുക്കാനുള്ളതിന്റെ ഒരു ഡീറ്റെയിൽ ലിസ്റ്റ് ഉണ്ടാക്കാം. നമുക്ക് ഒരുപാട് പേരുടെ പേരൊക്കെ എഴുതണം. പിന്നല്ലാതെ. നമുക്ക് ഈ ഇലക്ട്രൽ മറ്റേ ലിസ്റ്റ് ഒക്കെ എടുക്കുന്ന പോലെ അത് നോക്കി എഴുതി ഉണ്ടാക്കാം. പിന്നല്ലാതെ വിശ്വസനീയമായ ഒരു ബില്ല് വേണം നമുക്ക് ഉണ്ടാക്കാൻ. ഓക്കെ.